Good morning to all. Okay. Good morning. Good morning, ma'am. Yeah. Good morning, ma'am. Okay. ക്ലാസ്സിൽ ഉണ്ടോ എല്ലാവരും? ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ അല്ലേ? എങ്ങനെയുണ്ട്? മഴയുണ്ടോ അവിടെ? മഴയാണോ? എങ്ങനെയാണ്? എന്തൊക്കെയാണ്? നല്ല മഴ. നല്ല മഴയാണല്ലേ? ഓക്കെ. അപ്പൊ റേഞ്ച് പോകാൻ ചാൻസ് വളരെയധികം ഉണ്ടല്ലേ? ആണോ? ഓക്കെ. എല്ലാവരും ആക്റ്റീവ് ആണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച എല്ലാവരും? ഇപ്പൊ കറണ്ട് ഉള്ളത് തന്നെ ഭാഗ്യമാണ്. അതെ അതെ. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് അവിടേക്ക്? എങ്ങനെയാണ്? നല്ല മഴയാണ്. എന്താണ്, കുറെ മരങ്ങളൊക്കെ വീണോ? അയ്യോ, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കാറ്റുണ്ട് അല്ലെ? നല്ല കാറ്റുണ്ട്. ഉണ്ടായിരുന്നോ? കാറ്റുണ്ടായിരുന്നോ ഇവിടെ? നല്ലതുപോലെ. എന്താണ്, ഉറക്കം വരുന്നുണ്ടോ എല്ലാവർക്കും? മഴ ആയതുകൊണ്ട് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല മിസ്സേ, നല്ല തണുപ്പാ. നല്ല തണുപ്പാ. അപ്പൊ കിടന്ന് ഉറങ്ങാൻ രസാ അല്ലേ? ഓക്കെ. എന്താ ഒന്നും മിണ്ടാതെ? സംസാരിക്കൂ. ആക്റ്റീവ് ആണോ എല്ലാവരും? ആക്റ്റീവ് ആകണമെന്നുണ്ട്. ഫോണിന് ചാർജ് കുറവാണ്, പിന്നെ കറണ്ട് ഇല്ല, പിന്നെ പനിയാണ്. എല്ലാം കൂടെ നല്ല രസമാണ്. എല്ലാം കൂടെ രസമാണ്. അതിനിടയിൽ ക്ലാസ്സും അല്ലെ? എവിടെ ആയപ്പോ നല്ല രസമാണ്. ഓക്കെ. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിലേക്ക് പോവാം കേട്ടോ. ബോറടിക്കുന്നുണ്ടോ? ബോറിംഗ് ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ എല്ലാവരും? ക്ലാസ് എടുത്താലോ? റെഡിയാണ്? ക്ലാസ് എടുക്കണോ? റെഡി? ഇന്ന് ചെയ്യണോ? കട്ട് ചെയ്തു ഞങ്ങൾ. എന്തോ പറയൂ. ക്ലാസ് എടുക്കണോ? അത് ചുമ്മാ സംസാരിച്ചിരിക്കണോ? ക്ലാസ് എടുക്കാൻ ആണോ? വെരി ഗുഡ്. ഞാൻ നിങ്ങൾ എന്ത് പറയോ നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, ക്ലാസ്സിലേക്ക് പോവാം. നമ്മൾ പാസ്റ്റ് എങ്ങനെയാണ്? പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ചെയ്തോ? പറയൂ. പാസ്റ്റ് ടെൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തോ? എന്താണ് മിണ്ടാത്തെ? മിസ്സേ, ഞാൻ നോട്ട്സ് എഴുതിയിട്ടില്ല മിസ്സേ. ഓക്കെ. ക്ലാസ് എടുക്കാം. പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരെ എടുത്തു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ? അതെ മിസ്സേ. ഓക്കെ. അപ്പൊ പാസ്റ്റ് കംപ്ലീറ്റ് ആയി. ക്ലിയർ ആണല്ലോ അവർക്ക്? പാസ്റ്റ് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് റിമൈൻഡ് ചെയ്യാമെന്ന്. ഓക്കെ. പാസ്റ്റ് ടെൻസിന്റെ സ്ട്രക്ചേഴ്സും എല്ലാം പറയണം. ഓക്കെ ആണോ? പാസ്റ്റ് ടെൻസ് എന്താണ് അറിയാം. കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ? ഭൂതകാലമാണ് അല്ലെ? ഭൂതകാലമാണ്, കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. അതിൽ തന്നെ നാല് ആക്ഷൻസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, ഇത് നാല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, പറഞ്ഞു. അതിന്റെ സ്ട്രക്ചേഴ്സ് പറഞ്ഞു അല്ലെ? സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് V2 ആണ് അല്ലെ? V2 ആണ് വരാ. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ സബ്ജക്ട് പ്ലസ് പാസ്റ്റ് ഓക്സിലറീസ് ആണ്. പാസ്റ്റ് ഓക്സിലറീസ് എന്ന് പറയുമ്പോൾ വാസ് ഓർ വെയർ ആണ് അല്ലെ? അപ്പോ സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് verb പ്ലസ് ing, ഇതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. ഇനി പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ സബ്ജക്ട് പ്ലസ് ഹാഡ് ആണ് വരാ അല്ലെ? സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബി പ്ലസ് verb പ്ലസ് ing ആണ് വരാ. അതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്.
സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ്? നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യം, അതായത് ചെയ്തു എന്ന് പറയുന്നതാണ് അല്ലെ. ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലെ. അത് ഇപ്പോ ഒരു മിനിറ്റ് മുന്നാണെങ്കിൽ, അത് ഒരു സെക്കൻഡ് മുന്നാണെങ്കിൽ പോലും അത് കഴിഞ്ഞു അല്ലെ. പാസ്റ്റ് ഇസ് പാസ്റ്റ്. സോ നമ്മൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, ഞാൻ എഴുതി എന്ന് പറയുമ്പോൾ ഐ റോട്ട് അല്ലെ. ഞാൻ ഇന്നലെ ഒരു ലെറ്റർ എഴുതി, ഐ റോട്ട് ലെറ്റർ യെസ്റ്റർഡേ, യെസ്റ്റർഡേ ഐ റോട്ട് ലെറ്റർ എന്ന് പറയാം. ഞാൻ എഴുതി. ഇനി ഞാൻ പോയി എന്നാണെങ്കിൽ ഐ വെന്റ് അല്ലെ, ഐ വെന്റ് ആണ് പറയാ, V2 ആണ് വരാ അല്ലെ. അപ്പൊ ഐ വെന്റ്, ഞാൻ അവന്റെ വീട്ടിൽ പോയി. ഇന്നലെ ഞാൻ അവന്റെ വീട്ടിൽ പോയി എന്നാണെങ്കിൽ യെസ്റ്റർഡേ ഐ വെന്റ് ടു ഹിസ് ഹോം എന്ന് പറയാം. ഓക്കെ, അപ്പൊ V2 ആണ് യൂസ് ചെയ്യേണ്ടത്. മറക്കരുത്, സ്ട്രക്ചേഴ്സ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ടെൻസില് മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ തന്നെ നിങ്ങൾക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സിമ്പിൾ പാസ്റ്റ് അങ്ങനെയാണ്. ചെയ്തു, പോയി, കണ്ടു അല്ലെ. ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു അല്ലെ. ഐ മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടു എന്ന് പറയും. ഓക്കെ, അതുപോലെ V2 ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. കഴിഞ്ഞ അതായത് പാസ്റ്റ് നടക്കുന്ന കഴിഞ്ഞു പോയ ഒരു കാലത്ത് കണ്ടിന്യൂസ് പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് പാസ്റ്റ് കണ്ടിന്യൂസ്. അതായത് ഞാൻ നമ്മൾ പ്രസന്റിൽ പറയുകയാണെങ്കിൽ ചെയ്യുകയാണ്, ഞാനിപ്പോ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അത് നമുക്ക് പാസ്റ്റിൽ പറയണമെങ്കിൽ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറയണം അല്ലെ. ഞാൻ എന്ത് ചെയ്യായിരുന്നു? ഞാൻ പഠിപ്പിക്കുകയായിരുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി കഴിഞ്ഞു അല്ലെ. അപ്പൊ ചെയ്യുകയായിരുന്നു എന്ന് പറയണം. അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പൊ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ വാസ് ടീച്ചിങ് എന്ന് പറയണം അല്ലെ. ഐ വാസ് ടീച്ചിങ്, പഠിപ്പിക്കുകയായിരുന്നു, ഐ വാസ്. നമ്മൾ യൂസ് ചെയ്തത് ഓക്സിലറി, ഇവിടെ ഓക്സിലറീസിനാണ് മാറ്റം വരാം. ഓക്കെ, നമ്മള് പ്രസന്റിൽ പറഞ്ഞപ്പോ പ്രസന്റിൽ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ഉണ്ട്, ഈസ്, ആം, ആർ അല്ലെ. പാസ്റ്റ് ആണെങ്കിൽ അത് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഓക്സിലറീസ് മാറ്റണം. ഓക്സിലറീസിന് ചേഞ്ചസ് വരുമ്പോഴാണ് അത് പാസ്റ്റിലേക്കും പ്രസന്റിലേക്കും മാറുന്നത്. ഇപ്പോ ഐ ആം ടീച്ചിങ് എന്ന് പറയുന്നത് ഐ വാസ് ടീച്ചിങ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അവിടെ വന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഓക്സിലറീസ് മാറി അല്ലെ. ആ ഐയുടെ കൂടെ ആം വന്നപ്പോൾ പ്രസന്റ് ആയി, വാസ് ആണ് വരുന്നെങ്കിൽ അത് പാസ്റ്റ് ആയി. അപ്പൊ ഓക്സിലറീസ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ഐ വാസ് ടീച്ചിങ് എന്ന് പറയുന്നത് ഐ സിംഗുലർ സബ്ജക്ട് ആയതുകൊണ്ടാണ് നമ്മൾ വാസ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും വിച്ച് ആണെങ്കിലും നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യുക. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ വെയർ യൂസ് ചെയ്യും അല്ലെ. അവർ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നു എന്ന് പറയണമെങ്കിൽ they were playing cricket in the ground എന്ന് പറയാം അല്ലെ. ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു, they were playing cricket in the ground എന്ന് പറയണം. അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പൊ ഓക്സിലറീസ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. സിമ്പിൾ പാസ്റ്റിലാണെങ്കിലോ, സിമ്പിൾ പാസ്റ്റില് നമ്മള് വേർബ് ആണ് നോക്കുക അല്ലെ. വേർബ് V2 ആയിരിക്കണം. V3 V1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഗ്രാമറിൽ മിസ്റ്റേക്ക് വരുന്നില്ല, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച മീനിങ് മാറും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ. ഞാനത് ചെയ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ വെർബ് മാറ്റം വരുത്തണം. അല്ലാതെ ഇപ്പോ ഞാൻ ചെയ്തു എന്നാണ് നിങ്ങളുടെ മനസ്സിൽ വന്നത്, ഞാൻ ചെയ്തു എന്നാണ്. അപ്പോ ഞാൻ എഴുതി എന്നാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോ ഐ റൈറ്റ് എന്നായി. അപ്പോ നിങ്ങൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച മീനിങ് തന്നെയാണോ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ വന്നത്? ആണോ? അല്ല അല്ലെ. ഞാൻ എഴുതി എന്ന് പറഞ്ഞതും ഐ റൈറ്റ് എന്ന് പറഞ്ഞതും രണ്ടും രണ്ടാണ്. ടെൻസ് മാറി അല്ലെ. ഞാൻ എഴുതി എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യണമെങ്കിൽ അവിടെ എന്തായിരിക്കണം? നമ്മൾ V2 ഫോം യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കും അത് തന്നെ മനസ്സിലാകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് കറക്റ്റ് ആയിരിക്കണം അല്ലെ. അല്ലെങ്കിൽ മീനിങ് മാറിപ്പോകും. ഞാൻ എഴുതി എന്ന് പറയുന്ന കാര്യം ഞാൻ ഐ റൈറ്റ് എന്നാണെങ്കിൽ ഞാൻ എഴുതുന്നു എന്ന് വരും. അങ്ങനെയല്ലല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് അല്ലെ. ഞാൻ എഴുതിയത് തന്നെയല്ലേ. അപ്പൊ എഴുതിയത് തന്നെ വരണമെങ്കിൽ നമ്മളവിടെ റോട്ട് ആഡ് ചെയ്യണം, V2 ആഡ് ചെയ്യണം. ഐ റോട്ട് എന്ന് തന്നെ പറയാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇതുവരെയും ടെൻസിന് വന്നിരിക്കുന്ന നമ്മൾ പൊതുവെ നമ്മൾക്ക് മിസ്റ്റേക്സുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന പാസ്റ്റ് ആണ്. ഇപ്പൊ എന്തൊരു കാര്യം നിങ്ങളോട് ചോദിച്ചാലും അവിടെ എങ്ങനെയാണ്, മഴയാണോ അല്ലെങ്കിൽ മഴയുണ്ടായിരുന്നോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ പറയൂ. പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തായിരിക്കും പറയാം. പക്ഷെ നിങ്ങൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ് കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ചാണ് പറയണമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ അത് പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്തിട്ടായിരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത്. ഓക്കെ,
അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരെ ക്ലിയർ ആണ്. നമ്മള് സിമ്പിൾ പാസ്റ്റിലെ വെർബാണ് നോക്കുന്നതെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ഓക്സിലറീസ് ആണ് നമ്മൾ നോക്കുക. ഓക്കെ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ്? ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു മീനിങ്ങിലാവുക. എല്ലാം പാസ്റ്റ് ആണല്ലോ. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ പറയുന്ന കാര്യമാണല്ലേ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു, ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ. എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നതും എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് രണ്ടും രണ്ട് തന്നെയാണ്. അപ്പൊ മലയാളത്തിലാണെങ്കിൽ പോലും അപ്പൊ എന്താണ് വരാം? ഇവിടെ ഹാഡ് ആണ് നമ്മൾ ചേർക്കുക അല്ലെ. ഹാഡ് റിട്ടൺ, ഐ ഹാഡ് റിട്ടൺ മൈ എക്സാം, ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ മാറ്റം വരുന്നത് നമ്മുടെ മൊഡൽ ഫോമാണ് അല്ലെ. ഹാസും ഹാവും ഇല്ല ഇവിടെ. ഏത് സബ്ജക്റ്റിന് കൂടി നമുക്ക് ഒരെണ്ണം മാത്രം യൂസ് ചെയ്താൽ മതി, ഹാഡ് മാത്രം യൂസ് ചെയ്താൽ മതി. പക്ഷെ പ്രസന്റ് ടെൻസിൽ അങ്ങനെയല്ലല്ലോ. സബ്ജക്ട് നോക്കണം അല്ലെ. സിംഗുലർ സബ്ജക്ട് ആണെങ്കിൽ നമ്മുടെ ഹാസും, പ്ലൂറൽ സബ്ജക്ട് ആണെങ്കിൽ നമ്മുടെ ഹാവും ആണ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. ഇവിടെ അങ്ങനെ ഇല്ല, പാസ്റ്റ് ടെൻസിൽ അങ്ങനെ ഇല്ല. ഏത് സബ്ജക്റ്റിന്റെ കൂടെയും നമുക്ക് ഹാഡ് യൂസ് ചെയ്യാവുന്നതാണ്. സോ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നു, അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. I had gone to his home. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഹാഡ് ചെയ്യാൻ വേണം, വ്യതിരിക്തമായിരിക്കണം. അത് മസ്റ്റ് ആണ് കേട്ടോ. ഹാസ്, ഹാവ്, ഹാഡ് ഇത് മൂന്ന് വരുമ്പോ വെറുതെ എപ്പോഴും തേർഡ് ഫോം ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, മിസ്റ്റേക്സ് ഒന്നും വരുന്നത്. മോസ്റ്റ്ലി നമ്മൾ മിസ്റ്റേക്ക് വരുന്നത് ഇതിലാണ്. ഓക്കെ, അപ്പോ ഹാഡ് ആയിക്കോട്ടെ, ഹാവ് ആയിക്കോട്ടെ, ഹാഡ് ആയിക്കോട്ടെ, ഇത് മൂന്നും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനപ്പുറം വരുന്ന വെറുതെ എപ്പോഴും തേർഡ് ഫോം ആയിരിക്കും, P3 ആയിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കാം. ഓക്കെ, ക്ലിയർ? ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. I have reached there. ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. I have reached there എന്ന് പറയാം. ഓക്കെ, then നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആസ് ഹാവ് ഉണ്ട് എന്നൊരു മീനിങ് ഉണ്ട്. I have a car. He has a car എന്ന് പറഞ്ഞാൽ ഒരു കാർ ഉണ്ട്. ഉണ്ടായിരുന്നു എന്നാണെങ്കിൽ he had a car എന്ന് പറയാം. He had a car അല്ലെങ്കിൽ I had a car, ഒരു കാർ ഉണ്ടായിരുന്നു. ആ രീതിയിൽ നമുക്ക് ഹാഡ് യൂസ് ചെയ്യാം. ഓക്കെ, then have you had your breakfast എന്ന് ചോദിച്ചാൽ yes I had my breakfast എന്ന് പറയും. ഹാഡ് അവിടെ കഴിച്ചു എന്നൊരു മീനിങ്ങിൽ ഹാഡ് വരുന്നുണ്ട്. ഹാവ് കഴിക്കുന്നു എന്നാണെങ്കിൽ ഹാഡ് കഴിച്ചു എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇത്രയും മീനിങ് നമുക്ക് ഹാവിനും ഹാഡിനൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? then past perfect continuous ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പൊതുവെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാത്ത ഒന്നാണ് കേട്ടോ. ലൈഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യാം, ചെയ്തുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നുമില്ല. പിന്നെ അത്രയും നമുക്ക് അതിനെ കുറിച്ച് നോളജ് വേണം. അത് നമ്മളെ ഹാൻഡിൽ ചെയ്യാനുള്ള നോളജ് നമുക്ക് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. മിസ് ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, അതിന്റെ മീനിങ് എന്താ വരുന്നത്? ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞു. ഹാഡ് അല്ലേ, പാസ്റ്റ് അല്ലേ, കഴിച്ചു എന്ന് പറയും. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണം അല്ലെ. ഞാൻ പറഞ്ഞു ചില സ്ഥലങ്ങളിൽ അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടും അങ്ങനെ പറയാറുണ്ട്, കണ്ടിന്യൂസിലും അങ്ങനെ പറയാറുണ്ട്. കണ്ടിന്യൂസും പെർഫെക്റ്റ് കണ്ടിന്യൂസും ചിലപ്പോ സെയിം ആയിട്ട് നമുക്ക് പറയാം ചില സ്ഥലങ്ങളിൽ കേട്ടോ. അത് ചെയ്യുകയാണ് എന്ന് പറയുന്നതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് രണ്ടും ഒന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും കമ്മ്യൂണിക്കേഷനിൽ ആ ടെൻസ് യൂസ് ചെയ്യാത്തത്. കാരണം നമ്മൾ മോസ്റ്റ്ലി നമ്മൾ അത് കണ്ടിന്യൂസിലേക്ക് മാത്രമേ പറയാറുള്ളൂ. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പൊതുവെ അങ്ങനെ പറഞ്ഞു കാണാറില്ല. അതുകൊണ്ടാണ് കേട്ടോ അത് ഇത്ര ഇമ്പോർട്ടന്റ് അല്ല, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. അറിഞ്ഞിരിക്കുക, എന്തായാലും നമ്മൾ ഗ്രാമർ പഠിക്കുകയാണ്. അപ്പൊ ഇത് മിസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല, ഇതും കൂടെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂസ് ആണ് അല്ലെ. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നിമിഷം വരെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. ഞാൻ രാവിലെ മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഹാഡ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ് എന്ന് പറയാം. രാവിലെ മുതൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സിൻസ് മോർണിംഗ് എന്ന് പറയാം. അതെ, 2 മണിക്കൂറായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഫോർ 2 hours എന്ന് പറയാം. ഓക്കെ, അപ്പൊ ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് യൂസ്. ഇനിയിപ്പോ ഐ വാസ് സ്റ്റഡിങ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഐ വാസ് സ്റ്റഡിങ് ഫോർ 2 hours, 2 മണിക്കൂറായിട്ട് പഠിക്കുകയാണ് എന്നും പറയാം. മനസ്സിലായോ? അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷനിൽ നമുക്കത് ഈ ടെൻസ്, 4ാമത്തെ ടെൻസ് ഇത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ രണ്ടും പറയാം. കുറച്ചുകൂടെ എളുപ്പം
കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഈ ഫോർത്ത് ടെൻസിലാണ് കേട്ടോ. അപ്പൊ ഹാഡ് ബീൻ സ്റ്റഡിങ് എന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ നല്ലതല്ലേ? അല്ലെ, അതൊക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ അതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ പൊതുവെ. അതുകൊണ്ടാണ് നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് ഒക്കെ ഹാൻഡിൽ ചെയ്യില്ലേ, ബിഗിനേഴ്സ് കുറച്ചുകൂടെ ഇന്റർമീഡിയറ്റ് ലെവലൊക്കെ കണ്ടിന്യൂസ് വരെയാണ് യൂസ് ചെയ്യുക. പക്ഷെ അഡ്വാൻസ് ലെവൽ അങ്ങനെയല്ല. അഡ്വാൻസ് ലെവൽ എല്ലാ ടെൻസും യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുക. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വേണ്ടത് അഡ്വാൻസ് ലെവലാണ് അല്ലെ, അതിനു വേണ്ടി നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പോ 4 ടെൻസ് പാസ്റ്റ് 4 ആക്ഷൻസും ഞാനിപ്പോ പറഞ്ഞു. ക്ലിയർ ഓർ നോട്ട്? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. നമുക്കത് പറഞ്ഞാലോ? പറയാം. ഇപ്പൊ ഞാൻ പറയുന്ന പോലെയോ പറയണമെന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയല്ല കേട്ടോ, എനിക്ക് കേൾക്കാനല്ല. നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ഓക്കെ എനിക്കിത് അറിയാം, പിന്നെ ഇതുപോലെയൊക്കെ പറയാനും എനിക്ക് അത്യാവശ്യം ഇതിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വന്തം ഒരു ബോധ്യം വരാൻ വേണ്ടി നിങ്ങൾ പറയാം. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? പറയാം നമുക്ക്. കാരണം ഇത് ഞാൻ പറയിപ്പിക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ടെൻസ് എന്ന് പറയുന്ന പോർഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അറിയാം. നമുക്ക് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യണമെങ്കിലും സംസാരിക്കണമെങ്കിലും നമുക്ക് ഈ ടെൻസ് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ ഒന്ന് പറയാം, നമുക്ക് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, സോ ആരും പറയാം. ഇനി ആരും വിട്ടില്ല കേട്ടോ. അങ്ങനെയാണ്, ആരെങ്കിലും പറയുമെന്ന് പറഞ്ഞ നിങ്ങൾ ആരും വിടില്ല. ആരാ ഒന്ന് പറയാം? കാർത്തിക രാജൻ പറയൂ. കാർത്തിക കേൾക്കുന്നുണ്ടോ? കാർത്തിക, അജിത്ത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നി. എന്തോ എനിക്ക് തോന്നി. ഏതെങ്കിലും കാർത്തിക വിളിക്കണമല്ലോ. ഓക്കെ, അപ്പൊ കാർത്തിക പറയൂ. മുഴുവനും പറയണോ? പാസ്റ്റ് ടെൻസ് പറയൂ. ഓക്കെ. പാസ്റ്റ് ടെൻസിൽ 4 ഫോംസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫസ്റ്റില് സിമ്പിൾ പാസ്റ്റ് ആണ്. അതിന്റെ മീനിങ് വരുന്നത് ചെയ്തു എന്നതാണ്. അപ്പൊ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് കൊണ്ടോ ഒരു മിനിറ്റിന് മുമ്പോ ചെയ്ത് കഴിഞ്ഞു എന്നായിരുന്നു പറയുന്നത്. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തോ കാർത്തിക വോയിസ് ക്ലിയർ ആവുന്നില്ലല്ലോ. റേഞ്ചിന്റെ പ്രശ്നമാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അല്ല, അതിന്റെ ഇടയ്ക്ക് ആരും എന്തോ പറയുന്ന പോലെ തോന്നി. എന്തോ അതിന്റെ ഇടയ്ക്ക് ആരും എന്തോ സംസാരിക്കുന്ന പോലെ തോന്നി. മനസ്സിലാവുന്നില്ല. കേൾക്കുന്നുണ്ട്, പക്ഷെ വോയിസ് ഇങ്ങനെ മനസ്സിലാവുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാവോ? ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ മനസ്സിലായിരുന്നു. ഞാൻ ഒന്നേന്നെ പറയാം. ഓക്കെ, ഇപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിൽ 4 ഫോംസ് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിൽ ഫസ്റ്റ് വന്നാണ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിന്റെ മീനിങ് എന്ന് പറയുന്നത് ചെയ്തു എന്ന് പറയുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. നമുക്ക് ഇപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് നേരത്തെ മുമ്പ് ഇപ്പം മിസ് പറഞ്ഞ പോലെ ഒരു 2-3 സെക്കൻഡ് മുമ്പ് ചെയ്ത കാര്യമാണ് ഇവിടെ പാസ്റ്റ് ടെൻസിൽ പറയുന്നത്.
അപ്പം ഞാൻ അവിടെ പോയി, ഞാൻ അവനെ കണ്ടു. ഐ സോ ഹിം, ഐ മീറ്റ് ഹിം, ഞാൻ അവന്റെ വീട്ടിൽ പോയി, ഐ വെന്റ് ടു ഹിസ് ഹോം എന്നതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. എന്നുവെച്ചാൽ കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി, അല്ലെങ്കിൽ ഞാനൊരു ആപ്പിൾ കഴിച്ചു. ഐ എയ്റ്റ് ആൻ ആപ്പിൾ. ഞാൻ എൻ്റെ ഹോംവർക്ക് പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഇതുപോലത്തെ എക്സാം ആണ് സിമ്പിൾ പാസ്റ്റിൽ വരുന്നത്. ഇതുപോലെ പറഞ്ഞാൽ മതിയോ മാം? എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റൂ? മനസ്സിലായത് മാത്രം മതി കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് സിമ്പിൾ പാസ്റ്റ് ഫോംസിൽ വരുന്നത്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് V2 ഫോംസ് ആണ്. V2 എന്ന് പറയുന്നതിൽ ഇപ്പൊ പ്ലേ ആണെങ്കിൽ പ്ലേഡ്, സി ആണെങ്കിൽ സോ, ഈറ്റ് ആണെങ്കിൽ എയ്റ്റ് എന്നാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ അവനെ കണ്ടു, ഐ സോ ഹിം, ഞാൻ അവന്റെ വീട്ടിൽ പോയി, ഐ വെന്റ് ടു ഹിസ് ഹോം എന്നതാണ് ഇതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ചെയ്യുകയായിരുന്നു എന്നാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ മീനിങ്. അതിൽ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർ പ്ലസ് ING. ഇപ്പൊ സിംഗുലർ ഫോം ആണെങ്കിൽ സിംഗുലർ ഫോം ഐ, ഹി, ഷീ, ഇറ്റ് ആണെങ്കിൽ വാസ് യൂസ് ചെയ്യും. പ്ലൂറൽ ഫോം വി, ഗോ, ദേ ആണെങ്കിൽ വെർ യൂസ് ചെയ്യും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്, ഇപ്പൊ ഫോൺ റിങ് ചെയ്തപ്പോൾ ഞാൻ ബുക്ക് വായിക്കുകയായിരുന്നു. രണ്ട് ഫോംസ് ആണ് വരുന്നത്. ഫോൺ റിങ് ചെയ്തപ്പോൾ ഞാൻ ബുക്ക് വായിക്കുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാങ്. വേണമെങ്കിൽ തിരിച്ചും പറയാം, വെൻ ദ ഫോൺ റാങ് ഐ വാസ് റീഡിങ് എ ബുക്ക്. ആ ഒരു രീതിയിലാണ് ഇതിന്റെ എക്സാമ്പിൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരുന്നത്. അതുപോലെ തന്നെ നീ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കം ഹിയർ. അതുപോലെ തന്നെ ഇപ്പോൾ, വന്നപ്പോൾ, ഇരുന്നപ്പോൾ, നിന്നപ്പോൾ എന്നതിനൊക്കെയൊക്കെ വെൻ യൂസ് ചെയ്യാം ഈ ഫോംസിൽ, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ. പിന്നെ വരുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് ചെയ്തിട്ടുണ്ടായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്, ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. സോ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് ഹാർഡ് പ്ലസ് V3 ഫോംസ്. ഹലോ, കേൾക്കാം, പറയൂ. ഓക്കെ. അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്ന, ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. ഐ ഹാഡ് കംപ്ലീറ്റഡ് V3 ഫോമും അതിൻ്റെ കൂടെ ഹാഡും കൂടെ ചേർത്ത് ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. അതുപോലെ തന്നെ ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഗോൺ ടു ഹിസ് ഹൗസ്. പിന്നെ വരുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നതാണ് മീനിങ്. ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർ പ്ലസ് ING. മാം ഒരു സംശയം ചോദിക്കട്ടെ, ഹാഡ് ബീൻ ആണോ ഹാഡ് ഓർ ബീൻ ആണോ? ഓക്കെ. പറയൂ. ഡൗട്ട് ഉണ്ടോ കാർത്തിക? കാർത്തിക പോയോ? ഓക്കെ, കാർത്തിക പറയൂ. സംസാരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആരാ പറയാ? അഞ്ജു എന്ന് പറയാം നമുക്ക്. അഞ്ജു കേൾക്കുന്നുണ്ടോ?
അങ്കിത ലോകം. ഹലോ മാം, ഞാൻ തിരിച്ചു കട്ടായി പോയതാണ്. കെട്ടായി പോയി. ഓക്കെ. കാർത്തിക, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ക്ലിയർ ആണോ? ഇത് ഡൗട്ട് ഉണ്ടോ? ഇല്ല ക്ലിയറാ. ഓക്കെ, പറയുന്നുണ്ടോ? ഇപ്പൊ കറണ്ട് പോയി മാം, എപ്പോ വേണമെങ്കിലും കട്ടാവും. ഓക്കെ ഓക്കെ. അങ്കിത പറയൂ. മാം, ഞാൻ ഇപ്പൊ കേറിയതേ ഉള്ളൂ, എനിക്ക് ഒന്നും പിടിയിട്ടില്ല, കേൾക്കുന്നതേ ഉള്ളൂ. കേറിയതേ ഉള്ളൂ. ഇനി ശ്രീലക്ഷ്മി പനിയാണ്, പറയാൻ പറ്റോ? ഇതെനിക്ക് അങ്ങോട്ട് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയില്ല മാം. കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിലും ഹോസ്പിറ്റലായിരുന്നാണ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. നോട്ട് അത് കാരണം എഴുതിയില്ല. ക്ലിയർ ആയില്ല എന്നാണോ? മനസ്സിലായില്ല? ചിലത് കൺഫ്യൂഷൻ ഉണ്ട്. ചോദിക്കണം കേട്ടോ, ഡൗട്ട് ആണെങ്കിൽ ഇപ്പോഴും ചോദിക്കും. കാർത്തിക് അത് കറക്റ്റ് ആയിരുന്നു കേട്ടോ, പറഞ്ഞ കറക്റ്റ് ആണേ. ഇനി നെക്സ്റ്റ് ആരാ? അശ്വിനി മിസ്. പറയൂ അശ്വിനി. ഓക്കെ മിസ്. നമ്മൾ രണ്ടാമത് പഠിച്ചത് പാസ്റ്റ് ടെൻസ് ആയിരുന്നു. പാസ്റ്റ് ടെൻസിനെ തന്നെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു, അതായത് ആക്ഷൻസ് ആയിട്ട് ഫിനിഷ്ഡ് ഇൻ ദി പാസ്റ്റ്. പാസ്റ്റിൽ നമ്മളൊരു ആക്ഷൻ ഫിനിഷ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തതിനെയാണ് നമ്മൾ പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് പ്ലസ് V2 സ്ട്രക്ചർ ആണ്. വെർബിന്റെ രണ്ടാമത്തെ സ്ട്രക്ചറായ V2 സ്ട്രക്ചർ ആണ് നമ്മൾ ഈ സിമ്പിൾ പാസ്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലസ് V2 സ്ട്രക്ചർ. ഞാൻ അവനെ കണ്ടു, ഐ സോ ഹിം. ഞാൻ അവനെ കണ്ടു, സീ സോ. അതുപോലെ രണ്ടാമത്തെ വെർബിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ സോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു. അതുപോലെ തന്നെ ഐ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. ഇന്നലെ ഞാനൊരു മൂവി കണ്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കംപ്ലീറ്റ് ചെയ്തതിനെ പറയാൻ വേണ്ടി, പാസ്റ്റിൽ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പാസ്റ്റ് കണ്ടിന്യൂസ്, നമ്മളൊരു പ്രവൃത്തി ചെയ്യുകയായിരുന്നു, കുറച്ച് സമയം നമ്മൾ ചെയ്യുകയായിരുന്നു, ഇതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തത്, ഞാൻ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നു. അതിന് പറയുന്നതാണ് സ്ട്രക്ചറാണ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വെർബ് ING ഫോം. സിംഗുലർ സബ്ജക്റ്റിന്റെ ഐ എന്നതിന്റെ കൂടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് വാസ്. പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ ദേ എന്നിവ അങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ കൂടെ യൂസ് ചെയ്യുന്നതാണ് വേർ. ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാൻ. ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കില്ലേ? ഫോൺ ബെല്ലടിച്ചപ്പോൾ നീ എന്താ ചെയ്യുകയായിരുന്നു? ഞാൻ വായിക്കുകയായിരുന്നു, അങ്ങനെ നമ്മൾ പറയില്ലേ? അതാണ് ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ ദ ഫോൺ റാൻ. അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വാസ് സ്ലീപ്പിംഗ് വെൻ യു കം ഹിയർ. അവൻ വന്നപ്പോൾ അല്ലെങ്കിൽ അയാൾ വന്നപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നത്. രണ്ട് പ്രവൃത്തി ഒരേ സമയം നമ്മൾ പറയുന്നു ഈ പാസ്റ്റ് കണ്ടിന്യൂസിൽ. അതിന്റെ മൂന്നാമത്തെ സ്ട്രക്ചറാണ് പാസ്റ്റ് ടെൻസിന്റെ മൂന്നാമത്തെ സ്ട്രക്ചറാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ആ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയി എന്നതിനെ കുറിച്ച് പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതിന്റെ സ്ട്രക്ചറാണ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം. വെർബിന്റെ തേർഡ് ഫോം ആണ് V3. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തു, പൂർത്തിയാക്കി എന്നതിനും പറയാനാണ് ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. അതുപോലെ തന്നെ ഐ ഹാഡ് ഗോൺ ടു ഹിസ് ഹോം. ഇതാണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പിന്നെ നാലാമത്തെ സ്ട്രക്ചറായിട്ട് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. അത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഐ ഹാഡ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്. രാവിലെ മുതലേ നമ്മൾ കുക്ക് ചെയ്യുകയായിരുന്നു. ഐ ഹാഡ് ബീൻ കുക്കിംഗ് സിൻസ് മോർണിംഗ്.
I had been waiting 2 hours for you. എന്ന് പറയും 2 മണിക്കൂറായി നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നും ഇതിനെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ ആണോ മിസ്? Yeah. Okay. താങ്ക് യു മിസ്. Yes, Shuni. Then Vivisuna, പറയോ? യെസ് മാം. അശ്വിനി നല്ല സൂപ്പർ ആയിട്ട് പറഞ്ഞു. എന്തോ? അശ്വിനി നല്ല സൂപ്പർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, അതാണ്. ഇനി അത് ഞാൻ കൊളാക്കണോ? ഇല്ല, പറയൂ. മനസ്സിലായത് പറയണം. എന്നാലേ എല്ലാവരും ഇങ്ങനെ പറയും. അശ്വിനി നന്നായിട്ട് സൂപ്പറായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ പറയും വിവിസിന നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓ, പറയൂ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിനെ നമ്മൾ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതില് ഫസ്റ്റ് പാസ്റ്റ് ടെൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നതാണ് പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. അതിന്റെ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2, അതായത് വെർബിന്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യണം. സബ്ജക്റ്റിന്റെ കൂടെ വെർബിന്റെ സെക്കൻഡ് ഫോം യൂസ് ചെയ്യണം. എക്സാമ്പിൾ ആയിട്ട് ഐ ഏറ്റ് ആൻ ആപ്പിൾ, ഞാൻ ഒരു ആപ്പിൾ കഴിച്ചു. ഷീ മെറ്റ് ഹിം, അവൾ അവനെ കണ്ടു എന്നൊക്കെ പറയാനായിട്ടാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന കാര്യത്തിന് പറയാനായിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫോം ആയിട്ട് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് വെർബ്. അതില് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ വാസും പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെ വെയറുമാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഐ വാസ് റീഡിങ് എ ബുക്ക്. പിന്നെ വി വേർ സ്റ്റഡിയിങ് യെസ്റ്റർഡേ. ഓക്കെ അല്ലേ മാം? ഹലോ മാം, കേക്കാവോ? നല്ല മഴയാണ്, റേഞ്ച് പോകുന്നുണ്ട് ചിലപ്പോ. നെക്സ്റ്റ് വൺ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതില് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ പറയുന്നതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ. അതിന്റെ ഫോം ആയിട്ട് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്, അതായത് വെർബിന്റെ തേർഡ് ഫോം യൂസ് ചെയ്യും. അതിൽ എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതില് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ദേ ഹാഡ് അറ്റൻഡഡ് ദി ക്ലാസ്. വേറൊരു എക്സാമ്പിൾ ഐ ഹാഡ് ടേക്കൺ ഹിസ് പെൻ, ഞാൻ അവന്റെ പേന എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ്. ഫോർത്ത് വൺ ആയിട്ട് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, നമ്മളത് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നത്. പ്രസന്റില് കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിലേക്ക് പോകുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഫോം ആയിട്ട് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ING ഫോം ഓഫ് വെർബ്. എക്സാമ്പിൾ ഐ ഹാഡ് കുക്കിംഗ് സിൻസ് മോർണിംഗ്. വേറൊരു എക്സാമ്പിൾ ഐ ഹാഡ് ബീൻ റീഡിംഗ് ബുക്ക് വെൻ യു കെയിം ഹിയർ, ഞാൻ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നീ ഇവിടെ വരുമ്പോൾ. ഓക്കെ ആണോ മിസ്? നന്നായിട്ട് പറഞ്ഞല്ലോ. താങ്ക് യു. അപ്പോ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലേ? കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ട്, നമുക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റണ്ടേ? പറ്റും. ചെയ്ത് പ്രാക്ടീസ് ചെയ്താലേ നടക്കാതെ ഒന്നുമില്ല കേട്ടോ. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ ഒരാളും കൂടി ഉണ്ട്. ആൾക്ക് പ്രൊഫൈൽ നെയിം ഇല്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ എന്താ വിളിക്ക
കുറച്ച് ലെറ്റേഴ്സ് ആണ് പ്രൊഫൈലിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. പേരെന്താണ് എന്ന് പറയാമോ? ക്ലാസ്സിലുള്ളവരെ ഞാൻ വിളിക്കാം. അങ്കിത, അഞ്ജു, അശ്വനി, ബീബിസുന, കാർത്തിക, അജിത്, സുരേഷ്മി, ഇത്രയും പേരുണ്ട്. ഇത് കൂടാതെ ഒരാളും കൂടെ ഉണ്ട്, പക്ഷെ ആളുടെ പേര് എനിക്ക് അറിയില്ല. മനസ്സിലായോ? ആൾക്ക് മനസ്സിലായോ? മിസ്സസ് സിമ്പിൾ പാസ്റ്റിന്റെ മാം മീനിങ് തുജാനത്ത, പക്ഷേങ്കില് പറ്റുന്നില്ല, റേഞ്ച് വളരെ കുറവാവണ്ട, ഒന്നും പറ്റുന്നില്ല, ചെറുതായേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. പേരെന്തായിരുന്നു? തുജാനത്താണ്. ജാനത്. ഒരു കാര്യം ചെയ്യൂട്ടോ, ആ പ്രൊഫൈൽ നെയിം ഒന്ന് പേര് ആഡ് ചെയ്യാം. ഓക്കെ ആ ഓക്കെ മാം. ആ മാം. മിസ് അഞ്ജു. മിസ് അഞ്ജു. ഹലോ, ആ കേൾക്കാമോ? കേക്കാം. ഓക്കെ മിസ്, ഞാൻ പറയാം. ഞാൻ കൊറേ വിളിച്ചു, ഉണ്ടായിരുന്നില്ല. എവിടെയായിരുന്നു? മഴ പകുതി ഒന്നും കേൾക്കുന്നില്ല, ആകെ റേഞ്ച്. മഴയുണ്ടോ? മഴയുണ്ട്. സ്ഥലം എവിടെയാ? തൃശ്ശൂര്. ആ തൃശ്ശൂരാണ്. പഠിച്ചാണ്. മഴയുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഓക്കെ പറയൂ. നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് ടെൻസിനെ നമ്മൾ 4ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്തു, കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വി ടി, വെർബിന്റെ സെക്കൻഡ് ഫോം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ പ്ലേഡ്. സബ്ജക്റ്റുകളെ നമുക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഡിവൈഡ് ചെയ്യാം. സിംഗുലർ എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്. പ്ലൂറൽ ആവുമ്പോൾ ഐ യു വി ദേ. ഓക്കെ, ഇപ്പൊ സിംഗുലറിന്റെ കൂടെ പറയുകയാണെങ്കിൽ ഷീ പ്ലേഡ്, ഹി വിസിറ്റഡ്, തനിയ ഏറ്റ്. ഓക്കെ, ഇനി പ്ലൂറിന്റെ കൂടെ പറയുകയാണെങ്കിൽ ഐ യു വി ദേ, അതിന്റെ കൂടെ ആവുമ്പോൾ ഐ, വി ടു ഫ്രം സ്ലീപ്പിന്റെ ആണെങ്കിൽ സ്ലെപ്റ്റ്, ഐ സ്ലെപ്റ്റ്, വി വെന്റ്, വി വിസിറ്റ്, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നെഗറ്റീവ് സെന്റൻസിനെ നമ്മൾ പറയാനാണെങ്കിൽ ഐ ഡിഡിൻ ഗോ, ഷീ ഡിഡിൻ ഫിനിഷ്. ഡിഡ് ആണ് ഇതിൽ യൂസ് ചെയ്യണത്, ഡിഡിൻറ്റ്, ഡിഡ് നോട്ട്. ഓക്കെ, നെക്സ്റ്റ് ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. അതിനെ നമ്മൾ മലയാളത്തിൽ പറയാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അതിന്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് പെർ പ്ലസ് ഐ എൻ ജി ഫോം. ഓക്കെ, ഓക്കെ പറഞ്ഞു, ആള് പോയി. ഓക്കെ, അപ്പൊ ടെൻസ് നമ്മൾ പ്രസന്റും പാസ്റ്റും കംപ്ലീറ്റ് ചെയ്തു. ഇതില് നിങ്ങൾക്ക് രണ്ടും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് പറഞ്ഞു എല്ലാവരും. ഇതുവരെ ക്ലാസ് എടുത്തത് നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഗ്രാമർ എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാനും പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, ടെൻസ് ഇപ്പൊ 2 ടെൻസ് നമ്മൾ പഠിച്ചു. ഇനി എന്തെങ്കിലും നിങ്ങൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് പറഞ്ഞേ, കേക്കട്ടെ. പറയൂ. ഒന്നും തോന്നില്ല. സംസാരിക്കാൻ പറ്റുന്നതല്ല, ഇത് ക്ലാസ് കയറാഞ്ഞതിന്റെ ഒരു പ്രശ്നമാണ്. അത് റെക്കോർഡർ ക്ലാസ് ഒന്നുകൂടെ കേട്ടിട്ട് ഞാൻ അടുത്ത ക്ലാസ് ഇത് രണ്ടും പറഞ്ഞു കേൾപ്പിക്കാം. ക്ലാസ് ഭയങ്കര ബോറാണ് കേട്ടോ. കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കേൾക്കുന്നുണ്ട്. ബോറിംഗ് അല്ലേ? അത്ര ബോറിംഗ് ഒന്നുമല്ല മാമിന്റെ ക്ലാസ്.
മാമിന്റെ ക്ലാസ്സിൽ സംസാരിക്കാൻ പറ്റും, മറ്റേ ക്ലാസ്സിലൊന്നും ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റൂലല്ലോ. മൊത്തം തിയറി അല്ലേ, പറയണൊക്കെ കേട്ടോണ്ടിരിക്കുക, നമ്മളെ ഇടയ്ക്ക് ചോദ്യം വരുമ്പോ മെസ്സേജ് അയക്കുക, വോയിസ് ഒന്നുമില്ല. അതുകൊണ്ട് ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടേ ഇരിക്കണം. അതെ. ഫുൾ ടൈം യെസും നോയും ചോദിക്കണതിനൊക്കെ ആൻസർ നമ്മൾ പറഞ്ഞോണ്ടിരിക്കണം എപ്പോഴും. അതെ, ക്ലിയർ ആണോ അല്ലയോ, ക്ലിയർ ആണോ അല്ലയോ. ഇതാകുമ്പോ നമുക്ക് ഇടയ്ക്ക് വെച്ച് ഡൗട്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് ഏകദേശം ഗ്രാമർ മനസ്സിലായി തുടങ്ങുന്നുണ്ടോ? ഇപ്പോ ജോയിൻ ചെയ്യുന്ന ടൈമിലും അതായത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന ടൈമും ഇപ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ഒരു സെന്റൻസ് ധൈര്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ കയറുമ്പോൾ എനിക്ക് ഇതൊന്നും മര്യാദക്ക് പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ പഠിച്ചിട്ടുണ്ട്. മിസ്മാര് സ്കൂളിലൊക്കെ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ എന്താ ചെയ്യാ ഒരു പിടുത്തവും ഉണ്ടായില്ല, ഒക്കെ മറന്നുപോയായിരുന്നു. പക്ഷെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു ഇതൊക്കെ ഓക്കെ ആണ്, നേരത്തെ ഒക്കെ പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്, കൂടുതൽ ഒന്നുകൂടെ അഡീഷണല് മനസ്സിലാവുന്നുണ്ട്. കുറെ എക്സാമ്പിളൊക്കെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോ. കാരണം നമ്മൾ ഇപ്പോ നിങ്ങളോട് ഇംഗ്ലീഷിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞാല് നിങ്ങൾ പറയുന്നത് പാസ്റ്റ് ടെൻസ് വെച്ചിട്ടായിരിക്കും, പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പോ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ എന്താ, ഓക്കെ നിങ്ങൾ പറയുന്നു ടെൽ മി അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞേ, നിങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാരെങ്കിലും ഇംഗ്ലീഷ് പറയൂട്ടോ, പറയാൻ പറ്റോ? ഫാമിലി അല്ല ഉദ്ദേശിച്ചോ, നിങ്ങളെ പറ്റി പറയാം. ഓക്കെ, പറ്റോ? നിങ്ങൾക്ക് സംസാരിച്ചാലോ നമുക്ക്? നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ലാംഗ്വേജ് എങ്ങനെയാണ്? അയ്യോ പറയണ്ട, പറഞ്ഞു നോക്കൂ. ലാംഗ്വേജ് എങ്ങനെയൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നോ, പഠിക്കാൻ നന്നായിട്ട് പഠിക്കുന്ന ആളെ പഠിക്കാൻ കുറച്ച് ഇഷ്ടമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ? എങ്ങനെയാ പറയാത്? പറയൂ. ഇതെല്ലാം എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്, ശരിയല്ലേ? ശരിയാണോ? ഇനിയിപ്പോ നിങ്ങളൊന്ന് ആലോചിക്കും പറയുമ്പോ, ഓക്കെ അത് ഏത് ടെൻസ് ആണ്, ഞാൻ ഏത് ടെൻസിലാണ് പറയേണ്ടത്, നമ്മൾ പറഞ്ഞു നോക്കും അല്ലെ? പറഞ്ഞു നോക്കുമ്പോ ഓക്കെ നമുക്ക് എന്താണെങ്കിലും ഈ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടുള്ള ആ സ്ട്രക്ചേഴ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ സംസാരിക്കുക. ശരിയാണോ? നിങ്ങൾ കുറച്ചു നേരം അങ്ങനെ ആലോചിച്ചില്ലേ? ആലോചിച്ചോ? അധികം മുന്നാണെങ്കിലോ, ഇപ്പൊ ക്ലാസ്സിനൊക്കെ മുന്നാണെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? അയ്യോ എനിക്ക് അറിയില്ല ഏതാണ് എങ്ങനെയൊക്കെയാണ് പറയേണ്ടത്, ഇതെനിക്ക് അറിയില്ല, ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കും. ഇവിടെ പക്ഷെ കൺഫ്യൂഷൻ അല്ലല്ലോ വന്നത്, ടെൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി അല്ലെ? ഇനി കുറച്ചുകൂടെ സമയം തരാണെങ്കിൽ നിങ്ങൾ പറയും, പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. കുറച്ച് സമയം തരാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയും, ശരിയല്ലേ? നിങ്ങൾ ഒരു കാര്യം ചെയ്യൂട്ടോ, ഒരു ഹോംവർക്ക് ആണ്, നിങ്ങൾ എവിടെയും സെർച്ച് ചെയ്യരുത്, എങ്ങോട്ട് നോക്കരുത്, ഗൂഗിൾ ട്രാൻസ്ലേഷൻ യൂസ് ചെയ്യരുത്, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ട്രിപ്പ് പോകാത്ത മനുഷ്യന്മാരൊന്നുമില്ല, ശരിയല്ലേ? സ്കൂൾ ടൈമിലോ അല്ലെങ്കിൽ കോളേജ് ടൈമിലോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെയോ എവിടെയെങ്കിലും ഒരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് എങ്കിലും നിങ്ങൾ പോയിട്ടുണ്ടാകും. എന്തോ യാത്രാ വിവരണമാണോ ഉദ്ദേശിച്ചത്? അതെ, യാത്രാ വിവരണം അറിയാലോ, നമ്മുടെ കുഞ്ഞിലൊക്കെ ചെയ്ത കാര്യം തന്നെയാണ് യാത്രാ വിവരണം. കൂടുതലും മലയാളത്തിലെ ട്രൈ ചെയ്ത്, എന്തോ കൂടുതലും മലയാളം സബ്ജക്റ്റിന് വേണ്ടിയിട്ട് യാത്രാ വിവരണം എഴുതി തുടങ്ങിയ. ഇല്ല, കാർത്തിക നേരത്തെ ഇങ്ങനെ സംസാരിച്ചേ, വോയിസ് ക്ലിയർ അല്ല. ഹലോ, പറയൂ. യാത്രാ വിവരണം കൂടുതലും മലയാളം സബ്ജക്റ്റിനല്ലേ നമ്മൾ ചെലവഴിച്ചത്, എഴുതി. അതെ, ഒരു കാര്യം ചെയ്തു, മലയാളത്തിൽ എന്നിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. ഓക്കെ. ഇപ്പൊ നാളത്തേക്കുള്ള ഹോംവർക്ക് ആണോ ഫസ്റ്റ് ക്ലാസ്? നാളത്തെ ഫസ്റ്റ് ക്ലാസ്സിലെ ഹോംവർക്ക്
ഹോംവർക്ക് ആണ് കേട്ടാ. യാത്രാ വിവരണം മലയാളത്തിൽ തന്നെ വേണം. ഓക്കെ, ഏതെങ്കിലും കുറിച്ചിട്ട് നിങ്ങളൊന്ന് എഴുതാം. 1 or 2 സെന്റൻസ് ഒതുക്കിക്കൊണ്ട് എഴുതാം. ആ ട്രിപ്പ് നന്നായിരുന്നു, ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, ദാറ്റ്സ് ഓൾ, കഴിഞ്ഞു. അങ്ങനെ ഒരിക്കലും എഴുതരുത് കേട്ടോ. വിശദീകരിച്ച് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഇവിടുത്തെ രാവിലെ പോയി, അവിടെ അങ്ങനെ എത്തി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, എൻജോയ് ചെയ്തു, കുറച്ച് പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്തു, വിസിറ്റ് ചെയ്തു. ഓക്കെ, ഫ്രണ്ട് ഫാമിലീസ് ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? മലയാളത്തിൽ എഴുതൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഫസ്റ്റ് മലയാളത്തിൽ എഴുതാം, എന്നിട്ട് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നല്ലത്. അങ്ങനെ ചെയ്ത് പഠിക്കൂ. ഓക്കെ ആണോ? നാളത്തേക്കുള്ള ഹോംവർക്ക് ആണ്, മറക്കരുത്. ഇനിയിപ്പോ നാളെ അഥവാ ഞാൻ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ പോലും ഞാൻ എന്നാലും ക്ലാസ്സിൽ വരാം, അന്ന് നമുക്കിത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ നിലവിലെ ടെൻസസ് വെച്ചിട്ട് ഇവിടെ ട്രിപ്പിനെ കുറിച്ചാണെങ്കിൽ ഓക്കെ പാസ്റ്റ് ആണ്. അങ്കിത ഇതാണ് ചോദിക്കൂ. തെറ്റിപ്പോവാണെങ്കിലോ മാം? തെറ്റിക്കോട്ടെ, തെറ്റും. നിങ്ങൾ ആരും പെർഫെക്റ്റ് അല്ല, ഞാനും പെർഫെക്റ്റ് അല്ല. ഓക്കെ, മിസ്റ്റേക്സ് എന്തായാലും വരും. എല്ലാവർക്കും മിസ്റ്റേക്ക് വരും. മിസ്റ്റേക്ക് വരുന്നേ, മിസ്റ്റേക്ക് വന്നാൽ നിങ്ങൾ തന്നെ അത് കറക്റ്റ് ചെയ്യും. ഷുവർ ആണ്, എന്നെ വിശ്വസിക്കൂ. ഓക്കെ, എല്ലാവരും എഴുതുന്നതില് മലയാളം കറക്റ്റ് ആയിരിക്കും കേട്ടോ. മലയാളം നന്നായിട്ട് നിങ്ങൾ എഴുതും. പക്ഷെ അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അത് പൊട്ടത്തെച്ച് ആയിക്കോട്ടെ, ടെൻസ് മാറിക്കോട്ടെ, വെർബ് മാറിക്കോട്ടെ, എന്തായാലും കുഴപ്പമില്ല. തെറ്റെങ്കിൽ തെറ്റ് എഴുതിയിട്ട് വരാം. അതാണ് കോൺഫിഡൻസ്. തെറ്റാണെങ്കിലും നമ്മൾ അത് പറയാനും കാണിക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. തെറ്റാണെങ്കിൽ എഴുതിയിട്ട് വരാം, അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, പ്രസന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ തന്നെ കറക്റ്റ് ചെയ്യാൻ ഒരു നിർബന്ധമില്ല, ചെയ്യേണ്ടി വരില്ല, നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കുറച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, എന്തായാലും പാസ്റ്റ് ടെൻസ് ആയിരിക്കും. കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് എഴുതുന്നുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ആ ടെൻസ് വെച്ച് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? എഴുതാം മിസ്. നമുക്ക് 4 സ്ട്രക്ചർ, ഈ 4 അക്ഷരത്തിലെ 4 സ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ടെൻസ്, അതായത് ടെൻസില് മിസ്റ്റേക്സ് ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് വൊക്കാബുലറി ആയിരിക്കാം. ഓരോ വേർഡ് അത് ഇംഗ്ലീഷിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ വൊക്കാബുലറി നിങ്ങൾ തന്നെ ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ് എടുത്തു തന്നതും കാര്യമില്ല. അത് നിങ്ങൾ തന്നെ ഓരോ ബുക്സ് വായിക്കുക. ഞാൻ പറയാറുണ്ടല്ലോ, ബുക്സ് വായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ പുതിയ വേർഡ്സ് എപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ഓരോ വേർഡ്സ് പഠിക്കുക. കുറച്ച് വേർഡ്സ് പുതിയ വേർഡ്സ് പഠിച്ചിട്ട് നമ്മളത് നമ്മുടെ ഡേ ടു ലൈഫിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സ് ആയിരിക്കണം പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മളത് യൂസ് ചെയ്ത് നമ്മളത് ബൈ ഹാർട്ട് ആയിക്കോളും, മറക്കില്ല പിന്നെ ഒരിക്കലും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്ന. അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ച് ഇപ്പൊ ടെൻസ് കൈകാര്യം ചെയ്യാൻ അറിയാമെങ്കിൽ പിന്നത്തെ അടുത്തൊരു പ്രോബ്ലം വരുന്നത് വൊക്കാബുലറി ആണ്. അത് നിങ്ങൾ തന്നെ ഇംപ്രൂവ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്ത് ബൈഹാർട്ട് ചെയ്ത് വരേണ്ട കാര്യമാണ്. മനസ്സിലായോ? എല്ലാം ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കും. ഷുവർ ആണ്, 100% ഷുവർ ആണ്. ഓക്കെ, ടെൻസ് എല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രൊണൗൺസിയേഷൻ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം പ്രൊണൗൺസിയേഷൻ ആണ്. ഓരോ വേർഡിന്റെയും പ്രൊണൗൺസിയേഷൻ നമ്മൾ ചെയ്യുന്നത് തന്നെ തെറ്റാണ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കാം. നമ്മൾ മലയാളികളാണ്. ഇപ്പൊ മലയാളം നമ്മുടെ മദർ ടങ് കുറച്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമ്മുടെ ലാംഗ്വേജിൽ, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കറക്റ്റ് അതാണ് നമ്മുടെ വെസ്റ്റേൺ സ്പീക്കേഴ്സും നമ്മളും സംസാരിക്കുന്ന വ്യത്യാസം. മനസ്സിലായോ? അപ്പൊ പ്രൊണൗൺസിയേഷൻ അത് കറക്റ്റ് ആക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഫോണിറ്റിക്സ് ആണ് പഠിക്കേണ്ടത്. അപ്പൊ കുറച്ച് ക്ലാസ്സസ് ഒക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോണിറ്റിക്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പ്രൊണൗൺസിയേഷനും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഹോംവർക്ക് ചെയ്തിട്ട് വരാം. എല്ലാവരും കഷ്ടപ്പെടാം, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യും, ലാംഗ്വേജ് നമ്മൾ പഠിക്കും. ഓക്കെ, ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കുക. കുറച്ച് പേരെ ക്ലാസ്സിലുള്ളൂ. സോ ഉള്ളവര് ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഉള്ളവർക്ക് അത്യാവശ്യം കോഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ എല്ലാവരും? ക്ലിയർ ആണ്. സോ അപ്പോ മൈൻഡ് ഇപ്പൊ ഏതാലോ, മഴയൊക്കെ അല്ലേ, ഇനി പോയി റെസ്റ്റ് എടുക്കും. ഓക്കെ, അപ്പൊ മൈൻഡ് ഇപ്പൊ താങ്ക് യു ഓൾ. See you on the next class. Okay, bye. Thank you, ma'am.